ബ്രഹ്മാവായിട്ട് ശിവനായിട്ടും ഒക്കെ ഇരിക്കുന്ന ഭഗവാൻ നാരായണൻ തന്നെയുണ്ട്. അസുരന്മാരൊക്കെ നാരായണന്മാരാണ്. പക്ഷെ അവര് ശിവരൂപത്തിൽ സംഹാരമൂർത്തികളായിട്ട് ഇരിക്കുകയാണ്. അവരുടെ ധർമ്മമാണ് അവർ ചെയ്യുന്നത്. അവരെന്തിന് അവരെ ഭഗവാൻ സൃഷ്ടിക്കുന്നതാണ്? ദേവന്മാരുടെ എണ്ണം 33% കൂടാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ 33 കോടി ദേവന്മാരെന്ന് പറയുന്നത്. അവരുടെ ആ 33% കൂടുമ്പോഴാണ് ഭഗവാൻ ഉടനെ അവതാരമെടുത്ത് ശിവരൂപത്തിൽ അവതാരമെടുത്ത് ഈ ആളുകളെയൊക്കെ കൊല്ലുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് യേശുക്രിസ്തു എന്ന് പറയുന്ന വിഷ്ണു ഭഗവാന്റെ അവതാരമാണ്. അദ്ദേഹം വന്ന് പോയതിനു ശേഷം ലോകം മുഴുവൻ ക്രിസ്തുമതം പടരുകയായിരുന്നു. ഇന്ന് ഇസ്ലാം മതം വന്നില്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് ക്രിസ്തുമതമേ ഉണ്ടാകത്തുള്ളൂ. അതൊരിക്കലും ഭഗവാൻ പ്രപഞ്ചനാഥനായ നാരായണൻ സമ്മതിക്കത്തില്ല. അപ്പൊ അവരുടെ എണ്ണം ലോകം മൊത്തം പെരുകുന്നെന്ന് മനസ്സിലായ ഉടനെ ഭഗവാൻ അസുരന്മാരെ അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ സൃഷ്ടിച്ചു. ഉടനെ അവര് ഇവരെ എല്ലാം കൊല്ലാനും ഇവരെ മതം മാറ്റി മറ്റൊരു മതത്തിലേക്ക് ആക്കാനും ഒക്കെ ശ്രമിച്ചു. അതാണ് സംഭവിച്ചത്. ഇതിനകത്ത് ഇവരെ ഒന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ അവർ ഭഗവാൻ എന്ത് പറയുന്നു അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇസ്ലാം മതം ഇന്ത്യയിൽ വന്ന് ഇവരുടെ ദുഷ്ടതകൾ ഇവരുടെ ക്രൂരതകൾ സഹിക്കാതെ വന്നപ്പോൾ ഭഗവാൻ വീണ്ടും അവതാരം എടുത്തു ഗുരുനാനാക്കായിട്ട്. ഗുരുനാനാക്കിന്റെ രൂപത്തിൽ വന്നിട്ട് അവര് സിഖ് മതക്കാർ, അവരും അസുരന്മാരാണ്, അവർ കൊല്ലുന്നവരാണ്. അവര് കുറുപ്പിയും കണ്ടല്ലേ നടക്കുന്ന ഒരു വാളുണ്ടല്ലോ അവരുടെ അരയിൽ, അവരെപ്പോഴും തിരികൊണ്ട് നടക്കുന്ന ഒരു ചെറിയ വാൾ അവരുടെ അടയാളമാണ്. ഒരു കെ ആണ് അത് കുറുപ്പി എന്ന് പറയുന്നത്. കുറുപ്പി തന്നെയാണെന്ന് തോന്നുന്നു, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ചെറിയൊരു വാൾ അവർ സൂക്ഷിക്കാറുണ്ട്. അപ്പൊ ആ വാള് അവരുടെ ഈ എന്താ പറയുന്നത് അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന്റെ അടയാളമാണ്. അപ്പൊ അവര് ഗുരുനാനാക്കിന്റെ രൂപത്തിൽ അവിടെ ഭഗവാൻ ജന്മം എടുത്തിട്ട് അവര് തന്നെ ഈ അസുരന്മാരെയൊക്കെ അവിടെ കൊന്നു. അപ്പം കുറച്ചൊരു സമാധാനമായി. ഇപ്പൊ ഇവരും പ്രബലമായിട്ട് നിൽക്കുന്ന കാരണം ഇത്രയും അസുരന്മാരൊന്നും ഇവിടെ തല പൊക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പം വീണ്ടും കലിയുഗമായി ഭഗവാൻ ഈ ലോകത്ത് അവതരിച്ചതോടുകൂടി വീണ്ടും ഈ അസുരന്മാർ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഭൂമിയിലെ കഴിഞ്ഞ 3 യുഗത്തിലെ സകല മനുഷ്യരും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ദേവന്മാരുമുണ്ട്, അസുരന്മാരുമുണ്ട്, സാധാരണ മനുഷ്യർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർക്കെല്ലാം ഇപ്പം മോക്ഷം കിട്ടുന്ന യാതൊരു സംശയമില്ല. കാരണം ഭഗവത് ദർശനമാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് കാണുക എന്നുള്ളതല്ല, അവനവന്റെ ഉള്ളിൽ ഭഗവാനെ ദർശിക്കാൻ വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത്. ഇവർക്കെല്ലാം ദർശനം കിട്ടുക, അതിന് യാതൊരു സംശയമില്ല. അപ്പൊ ഇവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പറയേണ്ടവർക്ക് പറയാം. ഫിസിക്കലി നമ്മളെല്ലാം ഒന്ന് തന്നെയാണ്. ഫിസിക്കലി നോക്കുമ്പോൾ നമുക്കെല്ലാം 32 പല്ലും എന്താ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എത്ര പറയുന്ന നമ്മുടെ ശരീരത്തിന്റെ ചൂടെന്ന് പറയുന്നത് 37 ഡിഗ്രിയാണ്. അതുപോലെ നമ്മുടെ എല്ലുകളുടെ എണ്ണം, പല്ലുകളുടെ എണ്ണം, ഇതൊക്കെ എല്ലാവരുടെയും തുല്യമാണ്. ഭൗതികമായിട്ട് നമ്മളെല്ലാം തുല്യമാണ്. പക്ഷെ ആത്മീയ തലത്തിൽ ഒരിക്കലും തുല്യമല്ല. നമ്മൾ 3ആയിട്ടാണ് നിൽക്കുന്നത്. നന്മയും തിന്മയും സമ്മിശ്രവുമായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് ഇതിന്റെ കാരണം. അല്ല, ഇത് ഭഗവാൻ ഇപ്പോൾ ഈ ലോകമഹായുദ്ധത്തിലേക്ക് ലോകത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനി ഇങ്ങനത്തെ സംഭവങ്ങൾ ആവർത്തിക്കും. ഇതിൽ കൂടെ മാത്രമേ അസുര നിഗ്രഹം സാധ്യമാവുകയുള്ളൂ. ധർമ്മ സംസ്ഥാപനം നടത്തണമെങ്കിൽ പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പൊ ശത്രുനിഗ്രഹം നടത്തണമെങ്കിൽ ഇങ്ങനെയൊക്കെ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പൊ ശത്രുക്കളുടെ എണ്ണം കൂടുമ്പോൾ സ്വയം എല്ലാവരും വാളെടുക്കും, യുദ്ധത്തിലേക്ക് വരും, ഇവരുടെ സംഹാരം നടക്കും. അപ്പോഴത്തേക്കിനും മിക്കവാറും ലോകമൊക്കെ അവസാനിക്കല്ല. ലോകം അവസാനിക്കത്തില്ല, കലിയുഗം തീരും, അതിന് യാതൊരു സംശയമില്ല. ഇതാണ് ഞാൻ ഇന്ന് പറയാൻ വന്ന കുറേ സമയമായി. നന്ദി, നമസ്കാരം.